അങ്ങോട്ട് മാറി തപ്പടോ. ഇതെന്താണ് സർ, രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും? അല്ല, ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ. എന്ത് സഹായം? ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാം തരം മുങ്ങൽ വിദഗ്ധർ. നിന്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി പൊങ്ങുന്നവരല്ല ഈ പണി. എന്താ പൂരി ഇറങ്ങുന്നോ? ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഡൽഹിക്ക് ഒരു STD വിളിക്കാനുണ്ടായിരുന്നു സർ. മാറിയേ മാറോ. എന്താ കൃഷ്ണൻ ഇത്? SP ഒരു മേൽ ദൂരത്ത് എത്തുകയല്ലേ ഉള്ളൂ. വരുന്നല്ലേ പറഞ്ഞു. ഓ, ഈ ആ കാപ്പി ചങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. മനുഷ്യ സേർത്ത് വലിപ്പിക്കല്ലേ. ബോഡി കിട്ടിയോടോ? ഇല്ല സർ. കിട്ടിയോ? അല്ല ചോദ്യം തന്നെ ആയോടെ കൂടി കെട്ടിയെടുത്തേ. മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞിട്ട് സാർ ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റല്. അയ്യേ, യാത്ര മാറ്റി വെച്ചു. എന്തായാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തനിക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. സാർ സിയത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി ശരി, ഇയാളൊരു കാര്യം ചെയ്യ്, നേരെ സ്റ്റേഡിയത്തിലേക്ക് പോ. അവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ട്. ഫുട്ബോൾ മാച്ച് 4 മണി കഴിഞ്ഞാണ് സാർ. ഞാൻ ഇപ്പഴാ വെയിലത്ത് പോയി നിൽക്കണം സാർ. എടോ ഇപ്പഴേ ക്രൗഡ് വരും, അങ്ങോട്ട് പോടോ. എടോ പോടോ. യൂസ്ലെസ്. ഓടാ കഴിവുള്ള മാനെ. എന്തുവാടാ പറഞ്ഞേ? അല്ല സാർ, ഇവന്റെ കാല ചവിട്ടി ഭയങ്കര വേദന. ഇങ്ങനെ പോയാലേ താൻ ചവിട്ട് കൊള്ളു. ചിരിക്കുന്നേ തപ്പടാ. എന്താടാ കിടക്കാതെ കാര്യം പറ. കോവിലും നിറയെ പോലീസും ജനവും മുങ്ങലുകാരി കൊളത്തി തപ്പുന്നു. ഇവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇവിടെ മുങ്ങ്. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട് നിൽക്കാൻ. ശവം കിട്ടി തമ്പുരാനെ. ഓ എന്റെ ഈശ്വര. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. യെസ് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് ശരി. പഞ്ചായത്ത് നടത്തിയോ? എന്താ ജനസംസാരം? ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ. ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയതുകൊണ്ട് മാത്രം തമ്പുരാനെ. മറിച്ചുള്ള അഭിപ്രായം എന്താ? അതിലൊന്നും വലിയ കാര്യമില്ല സാർ. 30-35 വയസ്സ് കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണുങ്ങളോട് കൊഞ്ചു സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ. തന്നോട് അഭിപ്രായം ചോദിച്ചത്? സെൻട്രൽ മിനിസ്റ്റർ വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ട്? സാർ ഫ്ലൈറ്റ് ലേറ്റ് ആണ്, വൈകിട്ട് 6 മണിക്ക് എത്തൂ. അതിന് ഇപ്പോഴേ അവിടെ പോയി കെട്ടിക്കിടക്കണോ? കെട്ടിക്കിടക്കണം. ഇയാൾ പോടോ ഫൂൾ. ഹലോ. ഓ ദൈവമേ, ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ്. മനസ്സോർന്നും 4 വാക്കി തെണ്ടിയോട് പറയണം. അത് കഴിഞ്ഞ് എന്നെ ഈ യൂണിഫോമിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ. എനിക്കറിയാം. ഓക്കെ. എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത്. അത് ശരി. മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തമ്പ്രാനെ മുമ്പേ അറിയാവോ? അറിയാം സർ. അറിയാന്ന് വെച്ചാൽ? നന്നായിട്ട് അറിയാം. എന്താ സർ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ്. രായനെ അസിസ്റ്റ് ചെയ്താൽ മതി സർ. പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായം ഉള്ളപ്പോ. സർ. യെസ്, യു മേ ഗോ. ഓക്കെ. ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട്. ഞാനും വായിച്ചടോ. പൗരസമിതി പലർക്കും ഒരു വയറ്റുപാടാണ് സാർ. ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ.
പോലീസ് സൂപ്രണ്ട് സുഗതബാലനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പോലീസ് സൂപ്രണ്ട് സുഗതബാലനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പൗരസമിതി സിന്ദാബാദ്. കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത SP സുഗതബാലനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. SP-യുടെ രാജഭക്തി അവസാനിപ്പിക്കുക. SP-യുടെ രാജഭക്തി അവസാനിപ്പിക്കുക. ആ പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ. ആ ഇരിക്കുന്ന സ്ത്രീയാ മരിച്ച സീതയുടെ അമ്മ. വിൽസ, അവന്മാർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്തരെ. സർ. സാബു, താൻ എന്തിനാ വക്കീലെ ഇങ്ങോട്ട് വന്നേ? ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ, തന്റെ മരുമകൻ ഉണ്ണിത്തമ്പ്രാനെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ അറസ്റ്റ്? അല്ല, ഈ പത്രക്കാരും പൗരസമിതിക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി. പൗരസമിതി പോയി ചാകാൻ പറ വക്കീലെ. ആരെ പ്രതിയാക്കണം യുവമാരെ തീരുമാനിക്കുന്നേ? ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ. എനിക്കൊരു സമാധാനവും ഇല്ല. എന്തു പറഞ്ഞാലും മനസ്സിലായില്ലേ ഈ കഷ്ടട്ടൻ ഉണ്ണി. SP വലുതാണോ ഈ പൗരസമിതിക്കാര്? ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവണല്ലോ എന്റെ ദൈവമേ. ഉണ്ണി സമാധാനമായിട്ടിരിക്കുക. ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർട്ടിലൊരു പെറ്റീഷൻ ഉപയോഗിക്കാം. എന്താ പോരെ? അമ്മാവനൊന്ന് ഇവിടം വരെ വരുമോ? നാളെ രാവിലെ വരാം. ആ വയ്ക്കട്ടെ. ആ തമ്പുരാനൻ സ്റ്റേഷൻ വരെ വരണം. SP എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റി രാത്രിയല്ലേ, ആര് കാണാനാ? ഇതൊക്കെ മതി. പോവാം. വാ. ഇന്ദുവും കൂടെ വാ സാർ. ഇന്ദുവും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? തമ്പുരാൻ വാ. എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ, ആ ഷർട്ടും മുണ്ടും ഒന്ന് അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം. പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അടിക്കേ. എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ. ഇതെന്താ രാജ ഇവർ എന്നോട് പറഞ്ഞത്? അഴിയടാ, അഴിയടാ അങ്ങോട്ട്. അഴിക്കേ. ഇതെന്താ തമ്പുരാനെ ഇത്? ഇത് പൊട്ടിക്കരുത്, പാവ. ഓഹോ, അല്ല തമ്പുരാനെ, തമ്പുരാന് സെല്ലിൽ കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. സാബു. യെസ് സർ. വാടായിക്കോട്ടെ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു പറയില്ല. അയ്യോ 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 സാർ. പറയില്ലല്ലോ. ഒന്നും ചെയ്യല്ലേ സാർ. അയ്യോ